ഞങ്ങളുടെ അടുക്കളയുടെ പിന്നിലായിട്ടൊരു ചാച്ചിറക്കുണ്ട്. അവിടെ ആണെങ്കിൽ 2 അടുപ്പുണ്ട്. അപ്പം ചില ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വൈകിട്ട് സമയമുള്ളപ്പോൾ ഞങ്ങൾ അവിടെ പുറത്തിരുന്ന് പാചകം ചെയ്യും. അവിടെ തന്നെ വിളമ്പി അവിടെ തന്നെ ഇരുന്ന് കഴിക്കും. നല്ല രസമുള്ളൊരു സംഭവമാണ്. കണ്ടില്ലേ, ചപ്പാത്തി പരത്തണു, ഒരു സൈഡിൽ ചപ്പാത്തി പരത്തണു, ഒരടുപ്പിൽ ചപ്പാത്തി വേവിക്കാനിടുന്നു, അതവിടെ ഇരുന്ന് വേവും. അപ്പോൾ തന്നെ ഇതേ അപ്പുറത്ത് കറി തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഒരു രസകരമായ കാഴ്ചയാണ്. ചെറുപ്പത്തിലെയൊക്കെ ഇങ്ങനെയൊക്കെ ഭക്ഷണം പാചകം ചെയ്യുകയും കഴിക്കുകയും ചെയ്തിട്ടുള്ളവർക്കൊക്കെ കണ്ണിനും മനസ്സിനും ഒരു കുളിർമ. പുതിയ തലമുറയ്ക്ക് ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു രീതി ഉണ്ട്. ഭക്ഷണം പാകം ചെയ്യണതും വിളമ്പണതും കഴിക്കണതും ഒക്കെ ഇങ്ങനെ ഉണ്ട്. വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള രീതി അല്ലാതെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് അറിയണതും ഒരു നല്ലതാണ്. പിന്നെ ഇതിലൊരു വേറൊരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികളോട് എപ്പോഴും പറയും സ്ക്രീൻ ടൈം കുറയ്ക്കണം. അത് കുറയ്ക്കാനുള്ള ക്രിയാത്മകമായ ഒരു മാർഗ്ഗമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഞങ്ങളുടെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, പിള്ളേർക്ക് നമ്മൾ ഒരാൾ ചപ്പാത്തി പരത്തും, ഒരാൾ ചപ്പാത്തി കുഴയ്ക്കും, പരത്തും, പാചകം ചെയ്യും. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ ഫാമിലി ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കുറേ സമയം ചിലവഴിക്കുമ്പോൾ അവരവരുടെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറയും. ഇത് ഞാൻ പറഞ്ഞതുപോലെ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതിനും അവരുടെ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിനും ഒക്കെ ഒരു ക്രിയാത്മകമായ ഒരു പരിഹാരമാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എപ്പോഴും ഞാനത് പരീക്ഷിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ വെക്കേഷനൊക്കെ വരുമല്ലേ, എല്ലാവരും ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ലതാണ്, നല്ല ഗുണം ചെയ്യും, എനിക്ക് ഉറപ്പാണ്.